വിത്തറുള്ള കുനൂത്തിനെ പറ്റി ഒന്ന്. ഓക്കെ, വിത്തറുള്ള കുനൂത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്തറിൽ കുനൂത്ത് ഓതി എന്നൊരു ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഹദീസ് ഇല്ല. നബി കുനൂത്ത് ഓതി വിത്തറിൽ എന്നൊരു ഹദീസ് ഉണ്ടോ? ഇല്ല. എന്നാൽ നബി ഓതാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന ഹദീസ് ഉണ്ടോ? ഉണ്ട്. നബിയുടെ പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമയ്ക്ക് നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്ർ. നബി തങ്ങൾ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നു. അഖൂലുഹുന്ന ഫിൽ വിത്ർ, വിത്റിൽ പ്രാർത്ഥിക്കുവാനായി. വിത്റിൽ പ്രാർത്ഥിക്കുവാനായി നബി എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നു എന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ എന്നിവരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ. അവിടെ കുനൂത്ത് എന്നോ മറ്റോ ഹദീസിന് പരാമർശമില്ല. വിത്റിൽ പ്രാർത്ഥിക്കുവാനായി ചില വചനങ്ങൾ നബി എനിക്ക് പഠിപ്പിച്ചു തന്നു. വിത്റിൽ എപ്പോൾ പ്രാർത്ഥിക്കാൻ, അത് ആ ഹദീസ് ആ വാചകത്തെ പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. എന്നാൽ നബി തങ്ങൾ ഹസൻ എനിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നബി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്താണ് എങ്കിലും നമുക്ക് എല്ലാവർക്കും അത് സ്വീകരിക്കാം. നബി പഠിപ്പിച്ചു കൊടുത്താണല്ലോ. ഒരാൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തതാണെങ്കിലും നബി പഠിപ്പിച്ചു കൊടുത്തതുകൂടി എല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റും. അതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ പ്രാർത്ഥന ഹസൻ ഇബ്നു അലി നിർവഹിച്ചത് എപ്പോൾ, നിർവഹിക്കാൻ പഠിപ്പിച്ച എപ്പോൾ, പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് എങ്ങനെ? ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം തുർമുദിയും അബൂ ദാവൂദും ഒക്കെ അത് പറഞ്ഞപ്പോൾ ബാബു ദുആ ഫിൽ വിത്ർ, വിത്റിലെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന പേരിലാണ് അധ്യായം കൊടുത്തത്. ഇമാം ഇബ്നു മാജ ആണ് എൻ്റെ ഓർമ്മ, അല്ലാഹു അഅലം, അദ്ദേഹം കൊടുത്തത് ബാബുൽ ഖുനൂത്ത് ഫിൽ വിത്ർ, വിത്റിലെ ഖുനൂത്തിനെ പറ്റി പറയുന്ന അധ്യായം എന്നാണ്. അപ്പൊ വിത്റിലെ ഖുനൂത്ത് എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് അവർ കൊടുത്തത്. അപ്പൊ അവരതിൽ നിന്ന് മനസ്സിലാക്കിയത് വിത്റിൽ ഖുനൂത്ത് ഓതാൻ പറഞ്ഞതാണ് ഈ പ്രാർത്ഥന എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഏതാണെങ്കിലും സ്വഹാബിമാർ വിത്റിൽ ഖുനൂത്ത് ഓതിയായിട്ട് വ്യത്യസ്തമായ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ്, ഉമർ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള പല സ്വഹാബിമാരും വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. നബി വിത്റിൽ ഖുനൂത്ത് ഓതി എന്ന ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. നബീനെ ആകെ വന്നത് ഹസൻ ഇബ്നു അലിക്ക് നബി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ റിപ്പോർട്ടുകൾ, അത് മതി നമുക്കത് മാതൃകയാക്കാൻ. സ്വഹാബിമാരിൽ പല സ്വഹാബിമാരും വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുമുണ്ട്. ചില സ്വഹാബിമാർ റമദാൻ 1 മുതൽ തന്നെ നിർവഹിച്ചവരുണ്ട്. ചിലർ റമദാനിലെ അവസാനത്തെ 10 മാത്രം നിർവഹിച്ചവരുണ്ട്. ചിലർ റമദാനിന്റെ 15 മുതൽ അവസാനത്തെ പകുതിയിൽ നിർവഹിച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പൊതുവെ സ്വീകരിച്ച നയം അതിൽ ഒരു വിശാലതയുണ്ട് എന്നാണ്. ഒരാൾക്ക് ഖുനൂത്ത് നിർവഹിക്കാം, നിർവഹിക്കാതിരിക്കാം. നിർവഹിച്ചാൽ അത് ബിദ്അത്താണോ വെച്ചാൽ അല്ല. എന്നാൽ എല്ലാ സ്ഥലത്തും സർക്കുലറൊക്കെ അയച്ച് നിർബന്ധമായും നമ്മളെ പള്ളിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങിപ്പിക്കാൻ മാത്രം അത് തെളിവുണ്ടോ വെച്ചാലോ അങ്ങനെ തെളിവ് അതിന് ഇല്ല എന്ന് കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹമൊക്കെ പറഞ്ഞത് ഖുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിലും ഇടയ്ക്ക് ചില ദിവസങ്ങൾ അത് ഒഴിവാക്കലാണ് നല്ലത്. അത് നിർബന്ധമില്ല എന്ന ആളുകൾക്ക് പഠിയാൻ. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നു, ഒരു ദിവസം ചെയ്ത് അപ്പാകാശെന്താ മറന്നോ, എന്താ ചെയ്യാത്തത്, അപ്പൊ അങ്ങനെ വേണ്ട, അങ്ങനെ ആക്ഷേപിക്കേണ്ട വകുപ്പില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കെങ്കിലും ഒഴിവാക്കുകയാണ് നല്ലത് എന്നും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ കഴിയും. ഏതായാലും അത് വിശാലതയുണ്ട്. നിർവഹിക്കുന്നുവെങ്കിൽ നല്ല കാര്യം, ദുആയാണ്, പ്രാർത്ഥനയാണ്, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. സ്വഹാബിമാരെ പല സ്വഹാബിമാരുടെയും ചെയ്തിയുടെ പിൻബലം നമുക്കതിന് ഉണ്ട് താനും. ഹസൻ ഇബ്നു അലിക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് താനും. ആ നിലക്കെല്ലാം നോക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ബിദ്അത്തല്ല, പാടില്ലാത്തല്ല, ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഖുനൂത്ത് നിർവഹിച്ചില്ല എന്നുകൊണ്ട് അത് സലഫിയല്ല, ഒരിക്കലും ശരിയായിട്ടില്ല, ഒരിക്കലും സലഫി മനഹജിക്ക് എത്തിയിട്ടില്ല, ഖുനൂത്ത് ഓതുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആക്ഷേപിക്കാൻ മാത്രം അതിൽ ഒരു വകുപ്പ് ഇല്ലതാനും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു